വീണ്ടും ഇടിഞ്ഞ് ദേശീയപാത. മൈലക്കാട് മണ്ണിടിച്ചിൽ കൂര്യാടിന് സമാനം. മലപ്പുറം കൂര്യാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിനു സമാനമായ അപകടമാണ് കൊട്ടിയം മൈലക്കാടും സംഭവിച്ചത്. വയലിന് കുറുകെയാണ് ഈ ഭാഗത്ത് ദേശീയപാത കടന്നുപോകുന്നത്. താഴെ ഇളകിയ മണ്ണും ചെളിയുമാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് പുതിയ പാത നിർമ്മിക്കുന്നത്. സർവീസ് റോഡുകൾ താഴെ കൂടിയാണ്. കൂര്യാട് സംഭവിച്ചതുപോലെ മുകളിലത്തെ ഭാരം താങ്ങാനാകാതെ മണ്ണ് ഇടിഞ്ഞു താഴുകയും സർവീസ് റോഡിനെ വശത്തേക്ക് തള്ളി മാറ്റുകയുമായിരുന്നു. റോഡിന് ഇരുവശവും വെള്ളക്കെട്ടും വയലുമാണ്. ഇതിനടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന കലുങ്കുമുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം ഇത്തരം സ്ഥലങ്ങളിൽ ഉയരപാതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ 2018 തയ്യാറാക്കിയ DPR പ്രകാരം മണ്ണിട്ട് ഉയർത്തി പാത നിർമ്മിക്കാനാണ് കരാർ കമ്പനി തയ്യാറാക്കിയത്. കമ്പനി തയ്യാറാക്കിയ രൂപരേഖ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു. തൂണിൽ ഉയരപാത നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും, ചെലവും കൂടും. ഇതൊഴിവാക്കാനാണ് മണ്ണിട്ട് ഉയർത്തി പാത നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള മണ്ണ് അല്ലെങ്കിൽ അപകട സാധ്യതയുമുണ്ട്. കൂര്യാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. നിലവിൽ അപകടം സംഭവിച്ച പ്രദേശത്ത് അന്ന് നിർമ്മാണം ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അപകട സാധ്യത കണ്ടെത്തുന്നതിന് അധികൃതർ പരാജയപ്പെട്ടു. നിർമ്മാണവേളയിൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ കർശന നിബന്ധനകളാണ് ദേശീയ ഉപരിതല മന്ത്രാലയം ഇറക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് മിക്കയിടത്തും ഇവ പാലിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നേരത്തെ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ ആയതിനാൽ പുതിയ നിർദ്ദേശങ്ങളും കടുംപിടുത്തവും വേണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. വിവിധ തരത്തിലെ മണ്ണിന്റെ ഘടനാ പരിശോധന നടത്തുകയും മണ്ണൊലിപ്പ് തടയാനുള്ള നിബന്ധനകൾ പാലിക്കുകയും വേണം. എന്നാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വിവിധ തരത്തിൽ മണ്ണിന്റെ ഘടനാ പരിശോധന നടത്തുകയും മണ്ണൊലിപ്പ് തടയാനുള്ള നിബന്ധനകൾ പാലിക്കുകയും വേണം. നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന്റെ 300 മീറ്റർ പരിധിയിൽ ലൈഡാർ ഡ്രോൺ സർവേ നടത്തുകയും മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിക്കുകയും വേണം. മുൻകാല സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയും മണ്ണിടിച്ചിൽ സാധ്യത വിലയിരുത്തണം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ പഠനങ്ങളും അടിസ്ഥാനമാക്കി വേണം വിശദ പദ്ധതിരേഖ തയ്യാറാക്കാൻ. ജിയോളജിക്കൽ ജിയോ ടെക്നിക്കൽ പഠനങ്ങൾ നിർബന്ധമാണ്. ഉപരിതലം ഏറ്റവും കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുള്ള മഴക്കാലത്ത് വേണം ജിയോ ടെക്നിക്കൽ പഠനം നടത്തേണ്ടത്.